ഹലോ, അങ്ങനെ ഐഡൻറ്റിറ്റി കണ്ടതിന് ശേഷം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഷോർട്സിൻ്റെ റിവ്യൂ ഇട്ടു. എൻ്റെ പൊന്നോ, തെരുവിലയുടെ അഭിഷേകം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായം ഇല്ലേ? അത് പറയാൻ പാടില്ലേടി? നിങ്ങളിങ്ങനെ കിടന്ന് തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പടം കാണും, ഞാൻ റിവ്യൂ ഇടും, നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. ഇത് സ്പോയിലർ റിവ്യൂ ആണ്, അതുകൊണ്ട് നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ ഈ റിവ്യൂ കാണാൻ പോരുത്, നിങ്ങൾ പോയി പടം കാണുക. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഞാൻ 100 വട്ടം പറയാറുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് തല വെച്ച് കൊടുക്കേണ്ട സിനിമയ്ക്ക് നിങ്ങൾ കൊണ്ടുവയ്ക്കുക. ഐഡൻറ്റിറ്റി സിനിമ എനിക്ക് ഇഷ്ടപ്പെടാത്തതിനുള്ള കാരണങ്ങൾ ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് പടത്തിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ജേക്സ് ബിജോയുടെ മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു. ആസ് ഓൾവേസ് ഹി ഹാസ് ഡൺ ഹിസ് പാർട്ട്. അതേപോലെ തന്നെ എഡിറ്റിംഗ് ആണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് സിനിമാറ്റോഗ്രഫിയും. ഇനി പടത്തിൻ്റെ തിരക്കഥയിലോട്ടും ഡയറക്ഷനിലോട്ടും വരാം. അഖിൽ പോൾ, അനസ് ഖാൻ അവർ തന്നെയാണ് എഴുതിയതും സംവിധാനവും ചെയ്തത്. എനിക്ക് ഈ പടം വർക്കൗട്ട് ആവുന്നതും എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സിനിമ തിരക്കഥ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് കുറേ പ്ലോട്ട്സ് ഈ പടത്തിനകത്ത് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. കുറേ പ്ലോട്ടുണ്ട് ഇതിനകത്ത്. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഹാഫിൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന പ്ലോട്ടുകൾ പിന്നെ നോക്കുമ്പോൾ ആ പ്ലോട്ട് എല്ലാം ഇൻകംപ്ലീറ്റ്. ചില പ്ലോട്ട് മാത്രമേ ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റിൽ കുറച്ച് ടെയിൽ എൻഡിൽ കൊണ്ടുവന്നിട്ടും, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ തൃഷയുടെ മെമ്മറിയുടെ ആ ഇഷ്യൂ കാണിക്കുന്നു ആക്സിഡന്റിന് ശേഷം, അതൊരു പ്ലോട്ട് ഇവർ ഓപ്പൺ ചെയ്തിട്ടു. വേറൊരു പ്ലോട്ട് ഓപ്പൺ ചെയ്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെച്ച് ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മുടെ ടോവിനോ, അത് വേറൊരു പ്ലോട്ട്. പിന്നെ ഷമ്മി തിലകൻ്റെ ഒരു പ്ലോട്ട്, അത് ആളൊരു സൈക്കാട്രിസ്റ്റ് ആണ്. ഇവരെല്ലാവരും ഒരു ബിൽഡിങ്ങിൽ. അങ്ങനെ ഓരോ പ്ലോട്ട്സും ഇവരിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിട്ട് ആ പ്ലോട്ട്സിനെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. പിന്നെ നേരെ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫിന് ശേഷം ടോവിനോയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട്, ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. അതും ക്യാരക്ടർ റിവീലിങ്ങും അതിനകത്ത് ചെയ്യുന്നുണ്ട്. അതായത് ആളുടെ റിയൽ ക്യാരക്ടർ എന്താണ്, ആൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഞ്ച് തോന്നണ്ടേ? എനിക്ക് കുറേ സിനിമ കണ്ടതിൽ എനിക്ക് പഞ്ചായിട്ട് തോന്നിയിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോക്കിരിയിൽ വിജയ് ഒരു പോലീസ് ഓഫീസറാണെന്ന് അറിയുന്ന ആ സമയത്ത് മ്യൂസിക്കും സിറ്റുവേഷനും എല്ലാം ആ സമയത്ത് എലിവേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ റിയൽ ക്യാരക്ടർ ആരാണ്, പോലീസ് ഓഫീസറാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ആളൊരു മാർഷൽ ആണെന്ന് റിവീൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫീലും തോന്നുന്നില്ല. അപ്പോൾ മ്യൂസിക്കിൻ്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ ഒരിക്കലും മ്യൂസിക്കിൻ്റെ അല്ല, ആ ഒരു സിനിമയ്ക്കകത്തുള്ള സ്ക്രീൻ പ്ലേയുടെ വീക്ക്നെസ് ആണ് നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് തോന്നാത്തത്. ഈ ആക്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോവിനോ ലാസ്റ്റ് ചെയ്ത ആക്ഷൻസ്, ഒരു ഫ്ലൈയിങ് ജെറ്റിലൊക്കെ ആക്ഷൻസ് കാണിക്കുന്നു. അപ്പം നിങ്ങൾ ഫ്ലൈയിങ് ജെറ്റ് ഒരു പ്രാവശ്യം സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ പടങ്ങളെല്ലാം കാണുന്നുണ്ടായതുകൊണ്ട് അതൊരു സ്റ്റുഡിയോയുടെ ഒരു സെറ്റപ്പ് ആയിരിക്കാം. പക്ഷേ ഇത്രയും വലിയൊരു ജെറ്റ് ഉണ്ടോടെ ജീവിതത്തിൽ? ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലിയ ജെറ്റ്. അപ്പോൾ പിന്നെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത്. സ്റ്റോറി വാസ് സോ വീക്ക്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, വിനയ് റായുടെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ബിക്കോസ് ഹീ ഈസ് എ വെരി ഗുഡ് ആക്ടർ. ടോവിനോയെക്കാട്ടിലും മികച്ചൊരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വിനയ് റായുടെ. ടോവിനോയും പെർഫോം ചെയ്തു, പക്ഷെ കഥയ്ക്കകത്ത് ആ ഒരു സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പെർഫോം ചെയ്തിട്ട് ഒരു കാര്യമില്ല. സ്ക്രീൻ പ്ലേ മോശമാണെങ്കിൽ, സ്റ്റോറി മോശമാണെങ്കിൽ, ദ ഹോൾ മൂവി സക്സ്. ദാറ്റ്സ് ഓൾ. തൃഷയുടെ എന്ത് ആവശ്യമായിരുന്നു ഈ പടത്തിനകത്തുള്ളത്? എന്താണ് അത്രയ്ക്കും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് നിങ്ങൾ കൊടുത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ തൃഷയുടെ റോള് മലയാളത്തിലുള്ള ഏത് ആക്ട്രസ് ചെയ്താലും ഒരു പ്രശ്നമില്ലായിരുന്നു. അത്രയ്ക്കുള്ളൊരു ഇമ്പോർട്ടൻസ് ഉള്ള റോളല്ല തൃഷയ്ക്ക് കൊടുത്തേക്കുന്നത്. വിനയ് റായ് ഓക്കെ. അർച്ചന കവി കുറേ നാളുകൾക്ക് ശേഷം ആണ് വന്നത്. നൗ റീസെൻ്റ്ലി ഷീ ഹാസ് സ്റ്റാർട്ടഡ് ആക്ടിങ്. അപ്പോൾ ആളുടെ ആക്ടിങ് അതിനകത്ത് വലിയ രീതിയിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പെർഫോമൻസ് അവിടെ എവിടെയും. ഷീ ഈസ് എ ഡോക്ടറാണ്. ഒന്ന് നിങ്ങൾ കാണിക്കുന്നു വിമൻ അബ്യൂസ് എന്ന് കാണിക്കുന്നു, രണ്ടാമത് നിങ്ങൾ വേറൊരു സബ്ജക്റ്റ് കാണിക്കുന്നു വിറ്റ്നസ് പ്രോഗ്രാം. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഇത്രയും സബ്ജക്ട്സും ഇത്രയും പ്ലോട്ടിനെയും കൂടെ നിങ്ങൾ കൂട്ടിക്കുഴച്ചിട്ട് ഒരു അവിയലാക്കിയിലൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കും. കുറേ ക്യാരക്ടേഴ്സും കുറേ ആക്ടേഴ്സും ഉണ്ട്. ഷമ്മി തിലകനുണ്ട്. ഷമ്മി തിലകനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൈക്കാട്രിസ്റ്റ് ആണെന്ന് മനസ്സിലാവുന്നത് പിന്നാണ് നമുക്ക്. അപ്പോൾ ആ സൈക്കാട്രിസ്റ്റായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എന്താണെങ്കിലും. പക്ഷേ വീക്ക് സ്റ്റോറി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇനി എന്ത് ഡയലോഗ് അടിച്ചാലും, ഇനി രഞ്ജി പണിക്കർ സാറിൻ്റെ ഡയലോഗ് അടിച്ചാലും ഒരു കാര്യമില്ല. മന്ദിര ബേദി ഒരു ഹിന്ദി ബോളിവുഡ് ആക്ട്രസ് ആണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ആളെ ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ കാണുന്നത്. ഷി വാസ് ഓൾസോ ഗുഡ്. പിന്നെ ജിജു ജോൺ കാപ്പിരി മുടിയൊക്കെ വെച്ചിട്ട് അവൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ദേ ഓൾ ഡിഡ് എ ഗുഡ് പെർഫോമൻസ്. പക്ഷേ നല്ലൊരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കേണ്ടേ.
ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ലാഗ്. പിന്നെ എടുത്തു പറയേണ്ടത് യാനിക്സ് ബെൻ ഫീനിക്സ് പ്രഭു, അവരാണ് ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ്. പടത്തിനുള്ള ലാസ്റ്റിൽ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും പിന്നെ അത്യാവശ്യം ഇടയ്ക്കൊക്കെ ഉള്ള ആക്ഷൻ സീക്വൻസിലാണെങ്കിലും നല്ല കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും. അതല്ലാതെ പടത്തിനകത്ത് വേറെ ഒരു മണ്ണാങ്കട്ടയില്ല. ഇതേപോലെ തന്നെ ഒരു അഭിപ്രായമാണ് ഞാൻ മാർക്കോയ്ക്കും പറഞ്ഞത്. ബിക്കോസ് മാർക്കോയിൽ ആക്ഷൻ സീൻസ് വാസ് ഗുഡ്, പക്ഷേ മാർക്കോയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കഥയേ ഇല്ല. നിങ്ങളൊരു സ്റ്റോറി ലൈനെങ്കിലും, ഒരു സിമ്പിൾ സ്റ്റോറി ലൈനെങ്കിലും നിങ്ങൾ വെക്കണ്ടേ? ഒരു സ്റ്റോറി ലൈനും ഇല്ല, ഡയലോഗ് ഡെലിവറി മോശം. അതേപോലുള്ള സംഭവങ്ങളാണ് നമുക്ക് സെയിം ആയിട്ട് ഇതിനകത്തും കാണാൻ കിട്ടുന്നത്. തൃഷയുടെ ഡയലോഗ്സ് പറഞ്ഞേക്കുന്ന ലെനയാണ്, പക്ഷേ ലിപ് സിങ്കിങ്ങിൽ പ്രോബ്ലം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ സിറ്റുവേഷൻസിൽ കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ തൃഷയുടെ കണ്ടു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ പടത്തിന് 5-1 1.5 റേറ്റ് ചെയ്തതിൻ്റെ കാരണമേ അതാണ്. ബിക്കോസ് ഞാൻ നോക്കുന്നത് എപ്പോഴും കഥയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സിനിമ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയും നീ എങ്കിൽ ഒരു സിനിമ എടുക്കണം. എൻ്റെ അടുത്ത് പലപേരും കമൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇതേപോലുള്ള സിനിമ ഏത് ആൾക്കാർക്കും എഴുതിയിട്ട് ആർക്കും ചെയ്യാം. കുറേ കൊറിയൻ്റെ സിനിമയും പിന്നെ ഹിന്ദിയിലുള്ള ബോളിവുഡിൻ്റെ സിദ്ധാർത്ഥ് മൽഹോത്രയുടെ കുറച്ച് സീൻസും എടുത്ത് എയർ മാർഷലിൻ്റെ കുറച്ച് ഇതും എടുത്തിട്ട് ആർക്കും സ്ക്രിപ്റ്റ് എഴുതാം. നമ്മൾ ഓരോ പ്ലോട്ട്സ് എഴുതുന്നു, അതിനെ കണക്ട് ചെയ്യുന്നു. പക്ഷേ നല്ലൊരു സ്റ്റോറി, നമ്മളെ ഇൻഡൽജ് ചെയ്ത് ഇരുത്താൻ പറ്റുന്ന സ്റ്റോറി നല്ലതാണെങ്കിൽ മാത്രമേ നമുക്കത് നല്ലതാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.